എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ രാവിലത്തെ കോടമഞ്ഞിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി ജോർജിയയിലേക്കാണ് പോകുന്നത്. ജോർജിയയിൽ നിന്ന് ലോഡ് എടുത്ത് നമ്മൾ കാൻസസിലേക്ക് എത്തണം. ഈ ആഴ്ച ട്രക്കിംഗ് കൂടാതെ ഫോട്ടോഗ്രാഫിയുടെ ഒരു വർക്കും കൂടിയുണ്ട്. ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളിയാഴ്ച ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് കാൻസസിൽ എത്തണം. റെഡ് സിഗ്നലിൽ ചാടിപ്പോയ ഒരു കാറിന് ആക്സിഡന്റ് പറ്റിയതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റോഡിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ജോലിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഇവർ കൊടുക്കുന്നത്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഓരോ പോലീസ് ഓഫീസേഴ്സിന്റെ വണ്ടി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്ലോറിഡ സ്റ്റേറ്റിന്റെ ബോർഡർ വിടുകയാണ്. അടുത്തതായി നമ്മൾ കയറാൻ പോകുന്ന സ്റ്റേറ്റ് ജോർജിയ ആണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഓഫീസുകളൊക്കെ വിട്ട് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരുടെ തിരക്കൊക്കെ നമുക്ക് റോഡിൽ കാണാം. അങ്ങനെ നമ്മൾ ലോഡ് എടുക്കുന്നിടത്തേക്ക് എത്തി. നേരത്തെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള വുഡ് ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ ലോഡ്. അങ്ങനെ ലോഡൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരാൾ കാറിന്റെ ടയർ പഞ്ചറായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടത്. സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നമ്മുടെ ട്രക്ക് ലെഫ്റ്റ് ലൈനിലും പിന്നെ അത് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ആ ഒരു കാര്യത്തിൽ ഇവിടുത്തെ പോലീസുകാരെ സമ്മതിക്കണം. ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവർ നല്ലോണം വന്ന് ഹെൽപ്പ് ചെയ്യും. ടയർ മാറ്റിയിടാനും വണ്ടി കംപ്ലൈന്റ് ആയ ടോ ട്രക്ക് വിളിക്കാനും അങ്ങനെയുള്ള ഹെൽപ്പുകൾക്കൊക്കെ ഇവിടുത്തെ പോലീസുകാർ മുന്നിലാണ്. എവിടെയോ എന്തോ എമർജൻസി ഉണ്ടായിട്ട് അവിടേക്ക് പോകുന്ന രണ്ട് പോലീസ് വണ്ടികളാണ്. ലോഡ് അധികം ഓവർ വെയിറ്റ് ഒന്നും അല്ലെങ്കിലും എല്ലാ ആക്സിലും കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് തന്നെ എപ്പോൾ ലോഡ് എടുത്താലും നമ്മൾ കാറ്റ് സ്കെയിൽ വന്ന് സ്കെയിൽ ചെയ്തിട്ട് വെളിയിലോട്ട് പോകാറുള്ളൂ. വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയതോ ഫോൺ യൂസ് ചെയ്ത് ലൈനിന്റെ വെളിയിൽ പോയിട്ട് വെട്ടിച്ചപ്പോൾ ട്രെയിലർ മറിഞ്ഞതോ ആയിരിക്കാനാണ് ചാൻസ്. അങ്ങനെ നമ്മൾ ഇല്ലിനോയ് സ്റ്റേറ്റിൽ നിന്ന് മിസോറിയിലേക്ക് കയറുകയാണ്. മിസോറിയിലെ സെന്റ് ലൂയിസിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്.
അങ്ങനെ നമ്മൾ സെന്റ് ലൂയിസിലെ ലോഡ് ഇറക്കേണ്ട വെയർ ഹൗസിലേക്ക് എത്തി. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ട്രെയിലർ ഡ്രോപ്പ് ആൻഡ് ഹുക്ക് ആണ്. നമ്മൾ കൊണ്ടുവന്ന ലോഡ് ട്രെയിലർ വിട്ടിട്ട് എം ഡി ആയിട്ടുള്ള ഒരു ട്രെയിലർ എടുത്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് ലോഡ് എടുക്കാൻ വേണ്ടി പോവാൻ. വണ്ടി എടുക്കുന്നതിന് മുന്നേ എന്നാ പിന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് സാരി ഇത് ടൊർട്ടിയയും ഹാമും ഒക്കെ വെച്ച് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫാമിംഗ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു മെഷീനറിയാണ് ഈ പോകുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ട് അതിന്റെ രണ്ടാമത്തെ പാർട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഡീസലും ഒക്കെ അടിച്ച് കുളിച്ചിട്ടൊക്കെ പോവാന്ന് വിചാരിച്ച് നമ്മൾ ലൗസിലേക്ക് നിർത്തി. ഇവിടുത്തെ ട്രക്ക് ഓടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ വളർത്തു നായക്കളെ കൂടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ നമ്മൾ ലോഡ് പിക്കപ്പ് ചെയ്യാനുള്ള വെയർ ഹൗസിലേക്ക് എത്തി. ലോഡ് റെഡിയാവാൻ കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് അവർ പറഞ്ഞു. എന്നാ പിന്നെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് ഡോർഡാഷിൽ കൂടെ പിസ്സ ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് പിസ്സ ഹട്ടിലെ സുപ്രീം പിസ്സ ആയിരുന്നു. എന്താണെന്നറിയില്ല, എല്ലായിടത്തേക്കാളും ഇവരുടെ പിസ്സയ്ക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ലോഡും ഒക്കെ എടുത്ത് കാൻസസിലേക്ക് പുറപ്പെട്ടു. നാളെ 5 മണിക്കാണ് എനിക്ക് വർക്കിന് എത്തേണ്ടത്. ലോഡാണെങ്കിൽ ഡെലിവറി ചെയ്യുന്നത് 2 മണിക്കും. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അതിന്റെ പാർക്കിംഗ് ലോട്ടിലേ ഉള്ളൂ നമുക്ക് ആ സിറ്റിയിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉള്ളത്. അങ്ങനെ വെളുപ്പിന് 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ ഹോട്ടലിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് ലോഡുമായിട്ട് പോകുന്നത് സരുവാണ്. 2 മണിക്കാണ് ഡെലിവറി. എനിക്കിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മണിക്കും. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറുണ്ട് ഡെലിവറി ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക്. ഈ വർക്കിന് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒക്ലഹോമയിൽ നിന്ന് പ്രമോദങ്ങൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരന്റെ കയ്യിലാണ് ശ്വേത ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടത്. ട്രക്കും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളൊരു കാറ് റെന്റിൽ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഹോട്ടലിന്റെ തന്നെ സൈഡിലുള്ള എന്റർപ്രൈസസിലേക്ക് നമ്മൾ പോയി. റെന്റൽ വണ്ടി എപ്പോഴും എടുക്കാൻ പോയാലും നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് പോകുന്നതിലായിരിക്കും നമുക്ക് ചീപ്പായിട്ടുള്ള റേറ്റ് കിട്ടുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് ജീപ്പിന്റെ ഒരു മിഡ് സൈസ് SUV ആണ്. ഇത് നമുക്ക് പെർ ഡേ ഒരു $31 കിട്ടിയേക്കുന്നത്.
അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്കും സരൂവ് വിളിച്ചു അവൻ ഓൾമോസ്റ്റ് ഇവിടെ തിരിച്ചെത്താറായെന്ന്. സരൂവ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 4:30 ആയിരുന്നു. ഇവിടെ നമുക്ക് 2 ദിവസത്തെ വർക്കാണുള്ളത്. നാളെ വൈകിട്ടത്തേക്ക് അടുത്ത ലോഡ് നമ്മുടെ കാൻസസിൽ നിന്ന് തന്നെ എടുത്തിട്ട് പെൻസിൽവേനിയക്കാണ് പോകേണ്ടത്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ എടുത്തിരുന്ന റെന്റൽ വണ്ടി റിട്ടേണും ചെയ്യണം. വൈകിട്ടൊരു 7:30-8 മണിയാകുമ്പോഴത്തേക്ക് ലിബറൽ കാൻസസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും വേണം. അങ്ങനെ നമ്മൾ ലോഡ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നാഷണൽ ബീഫ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് എത്തി. ഇത് കാൻസസിലെ ലിബറൽ എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഇവിടുന്ന് നമുക്ക് പോകാനുള്ളത് പെൻസിൽവേനിയയിലേക്കാണ്. ട്രെയിലറുമായിട്ട് എപ്പോൾ നമ്മൾ ഹുക്കപ്പ് ചെയ്താലും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫിഫ്ത്ത് വീലിലെ ലോക്ക് വീണിട്ടുണ്ടോ എന്നാണ്. ഇപ്പൊ നമ്മൾ എത്തുന്നത് കാൻസസിലെ വിച്ചിട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് നമ്മുടെ ഒക്ലോമ സിറ്റിയിലേക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂറിനകത്തേ ഉള്ളൂ. നമ്മളിപ്പോ എക്സിറ്റ് എടുക്കുന്നത് ഹൈവേ തന്നെയുള്ള ഒരു സീനിക് ഏരിയ വ്യൂ പോയിന്റ് ആണ്. വലിയ രീതിയിലൊന്നും കാണാനില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് നിർത്തി വേണമെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. US-ലെ ഒട്ടുമിക്ക റോഡുകളുടെ കൺസ്ട്രക്ഷൻ വർക്കുകളും റിപ്പയർ വർക്കുകളും ഒക്കെ നടക്കുന്നത് രാത്രിയിലാണ്. പകലത്തെ ട്രാഫിക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും അവർ രാത്രി ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒഹായോ സ്റ്റേറ്റിലേക്ക് കയറി. പെൻസിൽവേനിയയ്ക്ക് പോകുന്ന ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.